KSRTCക്ക് അതിന്റെ വരുമാന കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. ഇപ്പോ KSRTCക്ക് 1500 കോടി എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ശമ്പളം, പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു മാസം 125 കോടി വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം 1500 കൊടുക്കുന്നതിന്റെ കൂടെ ഇതിനാവശ്യമായ തുക ഏകദേശം 750-800 കോടിക്കും ഇടയിൽ ഇതിന്റെ തുക വരും. ഞാൻ പ്രതിമാസം 65-70 കോടിയോളം വരും ഇതിന്റെ ചെലവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതാണ് 750-800 കോടിയോളം രൂപ പ്രതിവർഷം വരും. അത് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1500 കോടി രൂപയ്ക്ക് പുറമെ ഈ പണം കൂടി സർക്കാർ KSRTCക്ക് നൽകും. KSRTC വരുന്ന 6 മാസത്തിനുള്ളിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങൾ ആരായണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ സർക്കാരിന്റെ അഭ്യർത്ഥന അവർ സ്വീകരിച്ചിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ KSRTCയുടെ വരുമാനം കൂടി കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കാൻ പറ്റും എന്നാണ് സർക്കാർ കരുതുന്നത്. അതുപോലെ ഗവൺമെന്റ് ലീഡർമാരെ 40ഓളം പേരെ പുതിയതായി നിയമിച്ചിട്ടുണ്ട്. നേരത്തെ നിയമിച്ചത് കൂടാതെ അതില് സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ, സീനിയർ ഗവൺമെന്റ് ലീഡർ എന്ന തസ്തികകളിലേക്കാണ് നിയമിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് അറ്റോർണി ആയിട്ട് ശ്രീ അനൂപ് നായരെ നിയമിച്ചു ഹൈക്കോടതിയിൽ. ഇത്തരം തീരുമാനങ്ങളാണ്. ഈ തീരുമാനങ്ങളെല്ലാമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്തത്. അല്ല, ഇത് ആദ്യഘട്ടത്തിലാണ് നമ്മളിത് നടപ്പാക്കുന്നത്. ഓർഡിനറി ബസ്സുകളിലാണ് നടപ്പാക്കുന്നത്. അല്ലല്ലേ, ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് പറഞ്ഞില്ല. ആദ്യഘട്ടത്തിൽ ഇതാണ് നടപ്പാക്കുന്നത്. അല്ല, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊന്നുമില്ല. KSRTC ഒരു സ്വതന്ത്രമായി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് KSRTCയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. കൂടുതൽ വാഹനങ്ങൾ വാങ്ങി, കൂടുതൽ ഷെഡ്യൂളുകൾ നടപ്പിലാക്കി, കൂടുതൽ പരസ്യങ്ങൾ നൽകി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുണ്ടാവും. ഇത് നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതിയുടെ ആദ്യഘട്ടമായിട്ടാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുപോലെ 750-800 കോടി രൂപ ഒരു വർഷത്തിൽ ഗവൺമെന്റിന് അധിക ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ്. ആദ്യ വർഷത്തിൽ തന്നെ അത് KSRTCയുടെ നില കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ട് രണ്ടാം ഘട്ടത്തിനെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കും. അല്ല, ഓർഡിനറി ബസ്സിലാണ് ഇപ്പൊ സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഓർഡിനറി ബസ്സിൽ സൗജന്യം. അല്ല, അവിടുത്തെ സർവീസുകളിലെ 28% KSRTC ബസ്. 28% KSRTC ബസ്സുകളുണ്ട്. തിരുവനന്തപുരത്തോളത്തരം KSRTC ബസ്സുകൾ മലപ്പുറത്തില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ 28% ഓർഡിനറി ബസ് ഇല്ലായില്ല. 28% മൊത്തം സർവീസുകൾ 28% ഈ പറയുന്ന ജില്ലകളിലുണ്ട്. അല്ല, ഓർഡിനറി ബസ്സുകൾക്കാണ് കണ്ടീഷൻ ഇല്ലാതെ ഇപ്പൊ അനുമതി കൊടുത്തിരിക്കുന്നത്. അല്ല, അതല്ല, അത് നമ്മൾ പഠിക്കണമല്ലോ. ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ നമ്മൾ പഠിക്കും. അതിന് പരിമിതികളൊന്നുമല്ല. നമ്മളത് സ്റ്റഡി ചെയ്യും. എല്ലാ മാസവും നമ്മളത് റിവ്യൂ ചെയ്യും. എല്ലാ മാസവും. കാരണം ഒരു പുതിയ കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു സ്കീമാണ്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിച്ച മലബാറിലെ കാര്യങ്ങൾ ഉൾപ്പെടെ ആ കൂട്ടത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യും. എന്നിട്ട് നമുക്ക് അതിന്റെ അകത്ത് എവിടെയാണ് കുറവ്, എന്താണ് കുറവെന്ന് മനസ്സിലാക്കി അതുകൂടി പരിഹരിക്കാനുള്ള ശ്രമമുണ്ടാവും. അല്ല, അത് ആലോചിക്കും നമ്മളത്. ഇത് നമ്മൾ സ്റ്റഡി ചെയ്യട്ടെ. ഓരോ ജില്ലയിൽ നിന്നും എത്ര പേരാണ് ഒരു ദിവസം ഓർഡിനറി ബസ്സിൽ കയറുന്ന സ്ത്രീകളുടെ എണ്ണം എത്രയാണ്, ഒരു മാസം എത്ര വരും എന്ന് നമ്മൾക്കിപ്പോ
ഉള്ളത് KSRTCയിലത്തെ നിലവിലത്തെ ഒരു സർവേ നടത്തിയിട്ടുള്ള കണക്കാണ്. ആ കണക്ക് പ്രകാരമാണ് നമുക്ക് ഇത്രയും 750-800 കോടി രൂപയുടെ ബാധ്യത നമുക്ക് വരുന്നത്. അപ്പൊ അത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ എവിടെയാണ് അത് കുറവ്, എവിടെയാണ് ഒരു സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്കീമാണ്. അത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ നന്നായി പഠിച്ച ആളുകളാണെന്ന് തന്നെ പറഞ്ഞു നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അന്ന് ഇതിനെക്കുറിച്ചൊരു ചിന്തയില്ലാതാണ്. പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ ഓർഡിനറി ബസ്സും ടൗൺ ടു ടൗൺ, തൃശ്ശൂർ, മലപ്പുറം, മഞ്ഞിലെല്ലാം. ഇത് 2-3 പ്രാവശ്യം ഇതേ ചോദ്യം തന്നെ 3 പേര് ചോദിച്ചത് എന്നെല്ലാം ഭംഗിയായിട്ട് മറുപടി പറഞ്ഞതാണ്. അത് പഠിച്ച് അതിനുള്ള ഓൾട്ടർനേറ്റീവ് സംവിധാനം ഏർപ്പെടുത്തും. പിന്നെ വഞ്ചന എന്നൊക്കെയുള്ള വാക്ക് ആളുകൾക്ക്, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ അനുവദിക്കാനൊരു സ്കീം 800 കോടി രൂപയോളം വരുന്നൊരു ബാധ്യതയുള്ള ഒരു സ്കീം പ്രഖ്യാപിച്ചിട്ട് വഞ്ചന എന്ന് പറയുകയാണെങ്കിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ആ സ്ഥാപനത്തിന്റെ അഭിപ്രായമായിട്ട് അത് നാളെ എഴുതിക്കോ, സ്ത്രീകളെ വഞ്ചിച്ചു എന്ന് പറയും. അല്ലാതെ ഞാൻ വേറെ അഭിപ്രായം അതിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ആ വാക്ക് ഒന്നും കൂടി ആലോചിക്കും. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, ആ വാക്ക് ഒരു വലിയ പ്രധാനപ്പെട്ട സ്കീം. കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകളാണ് ഇതിനകത്ത് യാത്ര ചെയ്യുന്നത് കൂടുതൽ, ബഹുഭൂരിപക്ഷം പേർ. അല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങൊരു പ്രസംഗം പോലെ ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അസ്വസ്ഥരാവല്ലേ? നിങ്ങൾ 3 പേരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് 3 പേര്. ഇനി വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. അവരുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞാൽ